പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ സുദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല 1000 ഉംറ ചെയ്ത കൂലി നമുക്ക് നൽകാൻ വേണ്ടി ഒരു അമല് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ആ അമലിൻ്റെ നിയ്യത്ത് ശരിയാകാത്തത് കൊണ്ട് ആ കൂലി കിട്ടാതെ പോകും. അപ്പോൾ ആ നിയ്യത്തൊന്ന് ശരിയാക്കി കൊടുക്കാം. അതോടൊപ്പം മഹാനായ സയ്യിദന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാനുണ്ടെങ്കിലും ഒരു ദിക്റുണ്ട്, നല്ല പവർഫുൾ ദിക്റാണ്. ആ ദിക്ർ ഒരു 7 വട്ടം ചൊല്ലിയിട്ട് മൂസാ നബി ദുആരക്കും. അപ്പോൾ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അപ്പോൾ നമ്മളൊരു കാര്യം ദുആ ചെയ്താൽ ദുആൻ്റെ കൂലി കിട്ടുക, അത് വലിയ കൂലിയാണ്. അതോടൊപ്പം ഇജാബത്തും കിട്ടുക, അതോടൊപ്പം അള്ളാഹിൻ്റെ മഹബത്തും കിട്ടും. ഈ 3 കാര്യങ്ങൾ ഒറ്റ ദുആയിലൂടെ നമുക്ക് ഒറ്റ ദിക്റിലൂടെ കിട്ടാൻ പോവുക. അപ്പോൾ ആ ദിക്ർ ഏതാ നമ്മൾ അറിയണ്ടേ? ഇന്ന് 1000 ഉംറയുടെ കൂലി കിട്ടുന്ന അമലെന്താ, എന്താ നിയ്യത്ത് വെക്കേണ്ടത്, അത് നമ്മൾ അറിയണ്ടേ? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട്, പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക, മാനസിക, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ എല്ലാം അള്ളാഹു നീക്കി സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി കമൻറ്റിലൂടെയും അല്ലാതെയുമൊക്കെയായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ മുറാദും അല്ലാഹു ഹസ്വിലാക്കട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, മജ്‌ലിസിലൊക്കെ റാഹത്തായി പങ്കെടുക്കുന്ന, കൂടെ ചൊല്ലുന്ന, പാടുന്ന, പറയുന്ന എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്, അല്ലാഹുവിൻ്റെ അനുഗ്രഹം. അള്ളാഹുവിനോട് നമുക്ക് എന്തും ദുആയിൽ ചോദിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എത്ര നമ്മൾ ചോദിക്കുന്നു അത്രയും അള്ളാഹുവിന് ഇഷ്ടമാണ്. നമ്മൾ വിചാരിച്ച ഒരു കാര്യം ദുആ ചെയ്തു, അത് നടന്നില്ല. വീണ്ടും ദുആ ചെയ്തു, നടന്നില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്തു, നടന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു പോകും അറിയാതെ, അറിവില്ലായ്മ കൊണ്ടാണ്, അള്ളാഹു എന്നെ പരിഗണിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇജാബത്ത് വൈകുമ്പോഴാണ് അള്ളാഹു കൂടുതൽ പരിഗണിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഹദീത്തുകൾ നമുക്ക് കാണാം. അള്ളാഹിന് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഒരു കാര്യം ചോദിക്കുന്നതെങ്കിൽ പടച്ചോൻ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊടുത്ത ആൾ ഒഴിവാക്കുമെന്നാണ്. മലക്കളെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവരുടെ ദുആ കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഇനി അവർ ദുആ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്, എന്താണെന്ന് വെച്ചാൽ കൊടുത്തു വിട് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നൊരു ശൈലിയുണ്ട്. എന്നാൽ അള്ളാഹിന് ഇഷ്ടപ്പെട്ട ഒരു മഹ്ബൂബ്, അള്ളാഹിന് ഇഷ്ടപ്പെട്ട സ്വാലിഹായ മനുഷ്യൻ, സ്വാലിഹത്തായ ഉമ്മ ചോദിച്ചാൽ ഒന്ന് വെയിറ്റ് ചെയ്യും, പെട്ടെന്ന് കൊടുത്താൽ ആ ദുആ പിന്നെ ഒഴിവാക്കി കളയുമല്ലോ, പിന്നെ ദുആ ചെയ്യില്ലല്ലോ കിട്ടിയാൽ. അതുകൊണ്ട് ഒന്ന് പെൻഡിങ്ങിൽ വെക്ക്, കൊടുക്കല്ലേ, താമസം ചെയ്യ്, വീണ്ടും വരെ ദ്വാരക്കട്ടെ, ആ ദുആ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് എന്ന് അള്ളാഹു പറയുമെന്ന് നമുക്ക് കിതാബിൽ കാണാം. അത്ര ഇഷ്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ചോദിക്കുന്നതിലൂടെ. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം ഒരാൾക്ക് വേണമെങ്കിൽ ദുആ അധികരിപ്പിക്കണമെന്നാണ്. ദുആ ഒരാൾക്ക് കുറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവുമായുള്ള അകൽച്ചയുടെ സൂചനയാണ്. ഇപ്പം ഇന്നത്തെ ദിവസം ഞാൻ ആത്മാർത്ഥമായി ഏതെങ്കിലും ഒരു സമയത്ത് ദുആ ചെയ്തില്ലെങ്കിൽ, ദുആ ചെയ്യാൻ ഞാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ അത്രയും അള്ളാഹുവിൽ നിന്ന് അകന്നു പോയ ഒരാളാണ് ഞാൻ, ഭാഗ്യക്കേടാണ് എന്ന് മനസ്സിലാക്കണം. ഇത് കൃത്യമായിട്ട് നമ്മുടെ കാതിലൂടെ കൽബിൽ കയറിയിരിക്കേണ്ട ഒരു ആശയമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഉമ്മമാർ പറയാണ്, ഉസ്താദേ ഞാൻ ഒരുപാട് നാളായി ദുആ രക്കുന്നു, കിട്ടിയിട്ടില്ല, ഒരുപാട് വിഷയങ്ങൾ ഇതിനു വേണ്ടി ചെയ്തു, നടന്നിട്ടില്ല എന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും നമ്മൾ പുറത്താണ്, നമ്മൾ ഔട്ടാണെന്ന്. അല്ല, നമ്മൾ പ്രിയപ്പെട്ടവരെ ഉള്ളിൽ തന്നെയാണ്, അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ ഉള്ളിലാണ്. ഒരിക്കലും നമ്മൾ ഇന്ന് ദുആ ചെയ്തു, നാളെ ദുആ ചെയ്തു, മറ്റന്നാൾ ദുആ ചെയ്തു, 10-ാം ദിവസമാണ് കിട്ടിയത്. പക്ഷേ ഈ 9 ദിവസം നമ്മൾ ചെയ്യുന്ന ദുആയോ, അതിൻ്റെ മാർക്കറ്റ് എന്താണെന്നറിയോ? അതിൻ്റെ മാർക്ക് എന്താണ്? അള്ളാഹു എന്താണ് പ്രിയപ്പെട്ടവരെ 10 ദിവസത്തെ ദുആയിന് അള്ളാഹു കൂലി തരാൻ പോകുന്ന ദുആയാണെങ്കിലോ ഏറ്റവും വലിയ ഇബാദത്താണ്, ഏറ്റവും വലിയ ഇബാദത്താണ് ദുആ. ഈ ദുആ തടസ്സമുള്ള ഒരു നേരവും നമുക്ക് വെച്ചിട്ടില്ല. നിസ്കാരം തടസ്സമാണെന്ന് പറഞ്ഞ സമയം സഹോദരിമാർക്കുണ്ട്. ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞ, ഖുർആൻ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സമയമുണ്ട്. പക്ഷേ ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സമയം ഇല്ല. അത്രയേറെ കാരണം അള്ളാഹുവിന് എപ്പോഴും ദുആ കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ മഹബത്താണ്. ദുആ ഇല്ലെങ്കിൽ ആ ഖൗമ് നശിച്ചു.
ഒരു കുടുംബത്തിൽ ദുആ നടക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ കുടുംബം തകർന്നു പോകും, അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമായി പോകും. അപ്പോൾ ഡെയിലി ദുആ നടക്കുന്ന ഒരു ശൈലി നമ്മുടെ വീട്ടിലുണ്ടാകണം. അതിനാണ് നമ്മൾ ഈ ഓൺലൈൻ സംവിധാനമൊക്കെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഖുർആൻ ഓതലും ദിക്ർ ചൊല്ലലും ദുആ ചെയ്യലും എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഹയാത്താണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു ഫാത്തിഹോദി അല്ലെങ്കിൽ യാസീനോദി അല്ലെങ്കിൽ 100 സ്വലാത്ത് ചൊല്ലി എന്നിട്ട് നമ്മൾ ദുആരക്കാൻ പോവുക. നമ്മുടെ വീട്ടിൽ വാപ്പ ദുആയിരുന്നു, ഉമ്മ ദുആയിരുന്നു, ബാക്കിയുള്ള കുഞ്ഞുമക്കളൊക്കെ ആമീൻ പറഞ്ഞു. എത്ര റാഹത്താന്ന് നോക്കി. സ്വർഗത്തിൻ്റെ കട്ടിലിൽ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഒരു ഫാമിലി അവിടെ വെച്ച് സംസാരിക്കുന്ന ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്വർഗത്തിൽ ഇത്രയേറെ എത്ര തെറ്റുകൾ സംഭവിച്ചു പോയി? നമ്മൾ അത്ര വലിയ നല്ല ആളുകളാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ സന്തോഷത്തോടു കൂടെയാണ് ഇപ്പോൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളൊരു ചർച്ച ഡിസ്കസ് നടക്കുമ്പോൾ അവർ പറയും, നമ്മൾ കുടുംബത്തിൽ നിന്ന് ദുആ ചെയ്തില്ലേ, അത് കാരണം കൊണ്ടായിരിക്കാം എന്ന് അവർ അതിൻ്റെ കൃത്യമായ പോയിന്റ് കണ്ടെത്തും എന്നൊക്കെ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ദുആ സജീവമായിട്ട് നടക്കണം. ഈ നടക്കുന്ന ദുആ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദുആയാകണം, കൂലി കിട്ടുന്ന ദുആയാകണം. നമുക്ക് ആ ദുആ കൊണ്ട് നമ്മൾ എന്താവശ്യമാണോ ദുആയാണോ മുന്നോട്ട് വെക്കുന്നത് അതിന് ഇജാബത്തും കിട്ടണം. ഇതിനെല്ലാം യോഗ്യമായൊരു ദുആ പ്രിയപ്പെട്ടവർ ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഈ ദുആന്റെ പ്രത്യേകത, ഈ ദുആ റിപ്പോർട്ട് ചെയ്യുന്ന മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നുണ്ട്, ഈ ദുആ മഹാനായ സയ്യിദന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രൈവറ്റ് ദുആയായിട്ട് അവിടുന്ന് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദുആ സയ്യിദന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സാധാരണ ശൈലിയുള്ള, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചോദിച്ചാൽ പെട്ടെന്ന് ഇജാബത്ത് ഇറങ്ങി വരുന്നതായിട്ട് കാണാം. ആ ദുആക്ക് ഇജാബത്ത് കിട്ടുക തന്നെ ചെയ്യും, ആ ദുആ കുറിക്കുകൊള്ളൂ. അതിൻ്റെ കാരണം എന്താ? മഹാനായ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ദുആ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ പരിശുദ്ധമായ ദിക്റുണ്ടല്ലോ, ദുആ ഉണ്ടല്ലോ, ആ ദുആ ഒരു 7 വട്ടം ചൊല്ലും. 7 വട്ടം ചൊല്ലിയിട്ടാണ് മഹാനായ സയ്യിദന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണ ദുആ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ വലിയ ഇജാബത്ത് അവിടത്തിന് കിട്ടുമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കിതാബിൽ കാണാം. അത്രയേറെ ഫളിലാണ്, അത്രയേറെ മഹാത്മ്യമാണ്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ ആ ദുആ ഒന്ന് പരിചയപ്പെടാം. ഈ പരിശുദ്ധമായ ദുആ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന അദ്ദേഹം കൊണ്ടുവരുന്ന ഹദീസ് കാണാം. അദ്ദേഹം പറയാണ്, മഹാനായ സുബ്രത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നുണ്ട് ഒരു വേള, അലാ ഉഹദ്ദിസുക ഹദീസൻ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിറാറൻ. അതുമാത്രമല്ല, വമിൻ അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു മിറാറൻ വമിൻ ഉമറ റളിയല്ലാഹു തആല അൻഹു മിറാറൻ. രസകരമായ ഒരു ശൈലിയാണ് ഹദീസിൻ്റെ വരാൻ പോകുന്നത്. അതായത് മഹാനായ സ്വഹാബി വര്യൻ പറയാണ്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കേട്ടു. കേവലം ഒരു വട്ടം അങ്ങനെ പറഞ്ഞു പോയ ഹദീസ് കേട്ടു എന്നല്ല, പിന്നെയോ മിറാറൻ പല തവണ റിപ്പീറ്റ് ചെയ്തു, ആവർത്തിച്ചു പറയുന്നതായിട്ട് കേട്ടു. അതേപോലെ തന്നെ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചുമ്മാ പറയല്ല, റിപ്പീറ്റ് ചെയ്ത് ആവർത്തി പലവട്ടം പറയുന്നതായിട്ട് കേട്ടു. മഹാനായ ഉമർ റളിയല്ലാഹു തആല ഈ ദുആ ആവർത്തി ഈ ഹദീസ് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാരായ സ്വഹാബത്ത് പറയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഈ മഹാനവറുകൾ ഈ സ്വഹാബത്തും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഹദീസ്, ആ ഹദീസ് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്നാണ് ഈ സ്വഹാബി ചോദിക്കുന്നത്. അപ്പോൾ മഹാനവറുകൾ പറയുന്നുണ്ട്, ഖുൽതു ബലാ, അതേ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ ഖാല, ആ സ്വഹാബി പറയാണ്, മൻ ഖാല ഇദാ അസ്ബഹ ഇദാ അംസ, നീ പ്രഭാത പ്രദോഷത്തിലായാൽ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടും അതിൻ്റെ ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ പറയാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും അവർ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ടവർക്ക് കൊടുക്കും. ആ ദുആഇൻ്റെ കൂലിയും കിട്ടും, ഇജാബത്തും കിട്ടും, അള്ളാഹിൻ്റെ മഹബത്തും കിട്ടും. അങ്ങനെയുള്ള പവർഫുൾ ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ ദിക്റിൻ്റെ മറ്റൊരു പ്രത്യേകത, നേരത്തെ പറഞ്ഞ പോലെ സയ്യിദന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് എന്ത് കാര്യം ചോദിച്ചാലും ഉടൻ ഇജാബത്ത് കിട്ടും. അത് കേവലം നബി ആയതുകൊണ്ട് മാത്രം ഇജാബത്ത് എന്നല്ല, ഈ ദുആഇൻ്റെ ഒരു പവറാണ്, ഈ ദിക്റിൻ്റെ പവറാണ്. ഈ ദിക്ർ 7 വട്ടം പറഞ്ഞിട്ടേ സയ്യിദന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണ ദുആ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇജാബത്ത് കിട്ടാറുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ ആ പരിശുദ്ധമായ രാവിലെയും വൈകിട്ടും ചൊല്ലിയാൽ അള്ളാഹു എന്ത് ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞ ദിക്റെന്ന് പരിചയപ്പെടണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു
ഉമർ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും ആവർത്തി പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഹദീത്താണ്, ഒരു വിഷയമാണ്. നമുക്ക് ആദ്യം ആ ദിക്റൊന്ന് പരിചയപ്പെടാം. اللهم أنت خلقتني وأنت تهديني وأنت تطعمني وأنت تسقيني وأنت تميتني وأنت تحييني اللهم أنت خلقتني അല്ലാഹുവേ നീയാണ് എന്നെ പടച്ചവൻ, നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ. വഅൻത തഹ്ദീനി നീയാണ് എനിക്ക് ഹിദായത്ത് നൽകിയവൻ, സന്മാർഗം കാണിച്ചു തന്നവൻ. വഅൻത തുത്ഇമുനി നീയാണ് എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ. വഅൻത തസ്ഖീനി നീയാണ് എനിക്ക് വെള്ളം തരുന്നവൻ. വഅൻത തുമീതുനി നീയാണ് എന്നെ മരിപ്പിക്കുന്നവൻ. വഅൻത തുഹീനി നീയാണ് എന്നെ ജീവിപ്പിക്കുന്നവൻ. അപ്പോൾ അല്ലാഹു ഈ പറയുന്ന മുഴുവൻ ഗുണങ്ങളും എനിക്ക് തരുന്നവനാണ്, ഇതിനെല്ലാം കഴിവുള്ളവനാണ് പടച്ചവനെ നീ. ഈ പരിശുദ്ധമായ വചനം ആരാണോ പറയുന്നത്, ലം യസ്അലില്ലാഹ ശൈഅൻ ഇല്ലാ അതാഹു ഇയ്യാ, എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും ഈ പരിശുദ്ധമായ ദിക്ർ ഒരു വട്ടം പറഞ്ഞതിന് ശേഷം എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും ഇജാബത്ത് ഉറപ്പാണ്. اللهم أنت خلقتني وأنت تهديني وأنت تطعمني وأنت تسقيني وأنت تميتني وأنت تحييني. ഇത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടപ്പെട്ട വാക്കുകളാണെന്നാണ് ഹദീസ് പറയുന്നത്. ഇത് ചൊല്ലിയിട്ട് എന്ത് ദുആ ചെയ്താലും ഇജാബത്ത് ഉറപ്പാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാന മൂസ അലൈഹിസ്സലാം യദ്ഉ ബിഹിന്ന, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. മൂസാ നബി സ്വലാത്തു വസ്സലാം ഈ പരിശുദ്ധമായ ദിക്ർ ചൊല്ലിയിട്ട് ദുആ എടുക്കും. ഹദീസിൽ കാണാം 7 വട്ടം ഇതങ്ങോട്ട് ചൊല്ലിയിട്ട് മൂസാ നബി കാര്യങ്ങൾ അവതരിപ്പിക്കും. വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അങ്ങനെ കിട്ടാറുണ്ട്, അനുഭവമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധമായ ദിവസത്തിൽ, ഈ പരിശുദ്ധമായ ദിനത്തിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുന്നോടിയായി, മുമ്പ് തന്നെയായി ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിക്കണം? അള്ളാഹുവേ പടച്ചവനെ, നീ എനിക്ക് ഈ ദുആഇൻ്റെ ബർക്കത്തുകൊണ്ട് ഇജാബത്ത് നൽകണം. ഇതൊരു 7 വട്ടം നമ്മൾ ചൊല്ലാം, അല്ലെങ്കിൽ 3 വട്ടം, അല്ലെങ്കിൽ ഒറ്റ വട്ടമെങ്കിലും ചൊല്ലാം, ഈ ദിക്ർ ചൊല്ലാം. എന്നിട്ട് ശേഷം നമ്മൾ അള്ളാഹുവിനോട് ദുആ എടുക്കുക. അപ്പോൾ ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ഈ ദിക്ർ ഒരു 7 വട്ടം ചൊല്ലാം. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. അപ്പോൾ ഇജാബത്തും കിട്ടും, നമുക്ക് ദുആ ചെയ്ത കൂലിയും കിട്ടും, അള്ളാഹിൻ്റെ മഹബത്തും കിട്ടും. ഇത് 3ഉം കിട്ടുന്നതാണ്. അതോടൊപ്പം ഇന്നത്തെ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ അറിയാലോ, 2 സുന്നത്തായ നോമ്പിൻ്റെ കൂലികൾ. ഒന്ന് റജബിൻ്റെ ദിവസത്തെ സുന്നത്ത് നോമ്പിൻ്റെ കൂലി, അതോടൊപ്പം പരിശുദ്ധമായ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പിൻ്റെ കൂലിയും 2ഉം കിട്ടും. സുന്നത്ത് നോമ്പിൻ്റെ കൂലിയാകുമ്പോൾ നമുക്ക് പകൽ ളുഹറിന് മുമ്പ് ചേർത്ത് കൊടുക്കാം. ഫറദ് നോമ്പ് നമുക്ക് ഖളാ വീട്ടാനുള്ള നോമ്പാകുമ്പോൾ തലേ ദിവസം രാത്രി സുബഹിക്ക് മുമ്പായിട്ട് വെച്ചെങ്കിലേ ശരിയാകുള്ളൂ. അപ്പോൾ അത് വെച്ചവർക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നിയ്യത്ത് തിങ്കളാഴ്ചയുടെ മാത്രമേ വെച്ചിട്ടുള്ളൂ, റജബിൻ്റെ വെച്ചില്ല. അപ്പോൾ റജബിൻ്റെ ഏത് ദിവസമാണ് ആ ദിവസത്തിൻ്റെ പറഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് റാഹത്തായിട്ട്. അപ്പോൾ ആ കൂലികൾ മുഴുവൻ നേടാം. ഒരു നോമ്പിന് 1000 ഹജ്ജിൻ്റെ കൂലി, ഇന്ന് 1000 ഉംറ ചെയ്ത കൂലി ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമത്രേ. എന്ത്? ഇന്നത്തെ നോമ്പ് കൊണ്ട്, റജബിൻ്റെ നോമ്പ് കൊണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നിയ്യത്തുകൾ ശ്രദ്ധിക്കണം. നോമ്പുകൾ ചുരുങ്ങിയ തിങ്കൾ വ്യാഴെങ്കിലും പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് ഈ വലിയൊരു ദിക്ർ പഠിക്കാൻ അവസരം നൽകിയതുപോലെ ചൊല്ലാനുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം തുറന്ന് നൽകട്ടെ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഒരു 7 വട്ടം നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊന്നും വരക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് മഗ്‌രിബിന് ശേഷവും ഇനി അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സുബഹിക്ക് ശേഷം മഗ്‌രിബിന് ശേഷം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, ദുആ എടുക്കാനുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് ചൊല്ലാവുന്നതാണ്. അപ്പോൾ അത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദിക്കണം, ആ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബറക്കത്തും ഖൈറും നമുക്ക് തുറന്നു നൽകട്ടെ, സലാമത്തിലാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അല്ലാഹു മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റും. നമ്മളെ അല്ലാഹു കൈവിടൂല്ല, അള്ളാഹു നമ്മളെ കൈവിടില്ല. കാരണം നമ്മൾ ആരുടെയെങ്കിലും ഇബാദല്ല, അടിമയല്ല, അള്ളാഹുവിൻ്റെ അടിമയാണ്. ഉടമയായ പടച്ചവൻ്റെ മുന്നിലേക്കല്ല നമുക്ക് പിന്നെ എവിടെ പോകാനാണ് പ്രിയപ്പെട്ടവർ? എവിടെയും പോകാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹു നമുക്ക് തുറന്നു നൽകും, എല്ലാവിധ ഫത്ഹും തുറന്നു നൽകും. ഉഷാറായിട്ടിരുന്നോളൂ. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു
بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله